ഇതുവരെ ആൽക്കഹോൾസിനെ പറ്റിയിട്ടും ഫീനോൾസിനെ പറ്റിയിട്ടുമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആൽക്കഹോൾസിൻ്റെയും ഫീനോൾസിൻ്റെയും കെമിക്കൽ റിയാക്ഷൻസും അവയുടെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സം കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾസ്. കൊമേഴ്ഷ്യലി ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ള ആൽക്കഹോളുകൾ ഏതൊക്കെയാണ്? അതിലെ ആദ്യത്തെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കഹോളാണ് മെഥനോൾ. മെഥനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഥനോൾ അഥവാ CH3OH. മെഥനോളിൻ്റെ കെമിക്കൽ ഫോർമുല പ്രത്യേകം ഓർക്കണം, CH3OH. ഇവിടെ മെഥനോളിനെ നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ് എന്നുള്ളത്. മെഥനോൾ ഈസ് ഓൾസോ നോൺ ആസ് വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റ് അതായത് വുഡിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സ്പിരിറ്റാണ് വുഡ് സ്പിരിറ്റ്, അല്ലേ? അപ്പോൾ മെഥനോളിനെ വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് മെഥനോളിനെ വുഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്? കാരണം ഈ മെഥനോള് ആദ്യമൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നത് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ് എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് വുഡ്, മരത്തിന് ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് മെഥനോൾ എന്ന കോമ്പൗണ്ട് ആദ്യമെല്ലാം പ്രിപ്പയർ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സയൻസ് ഇത്രയും വളർന്നു നിൽക്കുമ്പോൾ മെഥനോളിനെ നമുക്ക് ലബോറട്ടറികളിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മെഥനോളിനെ ലബോറട്ടറികളിൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കൂ. ഇവിടെ കാർബൺ മോണോക്സൈഡിൽ നിന്നുമാണ് മെഥനോളിനെ പ്രിപ്പയർ ചെയ്യുന്നത്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് സിങ്ക് ഓക്സൈഡിൻ്റെയും ക്രോമിയം ഓക്സൈഡിൻ്റെയും പ്രസൻസിലാണ്. ഇവിടെ സിങ്ക് ഓക്സൈഡ് ക്രോമിയം ഓക്സൈഡ് മിക്സ്ചർ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. ഇങ്ങനെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നത് ഏകദേശം 200 to 300 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും 573 to 673 കെൽവിൻ ടെമ്പറേച്ചറിലുമാണ്. ഇങ്ങനെ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് മെഥനോൾ അഥവാ CH3OH എന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. കാർബൺ മോണോക്സൈഡിനെ ഹൈഡ്രജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഇത്തരം റിയാക്ഷനുകളെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അതിനാൽ നമുക്ക് പറയാം മെഥനോൾ ഈസ് പ്രിപ്പയർഡ് ബൈ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിന് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്തിയിട്ടാണ് മെഥനോളിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. എന്തൊക്കെയാണ് ഈ മെഥനോളിൻ്റെ ചില പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്? മെഥനോൾ എന്ന് പറയുന്നത് ഒരു കളർലെസ് ലിക്വിഡാണ്. മെഥനോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് 337 കെൽവിനാണ്. അതായത് മെഥനോൾ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത് 337 കെൽവിൻ ടെമ്പറേച്ചറിലാണ്. മെഥനോളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം പോയ്സണസ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് മെഥനോൾ. മാത്രമല്ല വളരെ ചെറിയ അളവിൽ നമ്മളത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേ കോസ് ബ്ലൈൻഡ്നെസ്, നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിന് വരെ കാരണമാകുന്ന ഒരു കോമ്പൗണ്ടാണ് മെഥനോൾ. ഇനി കൂടുതൽ എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിലേക്ക് മെഥനോൾ കയറി കഴിഞ്ഞാലോ ഇറ്റ് മേ കോസ് ഈവൻ ഡെത്ത്, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കെമിക്കലാണ് മെഥനോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെഥനോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ് മെഥനോൾ. എങ്കിൽ മെഥനോളിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം പലതരം പെയിൻറ്റുകളിലും വാർണിഷുകളിലുമൊക്കെ സോൾവൻ്റ് ആയിട്ട് മെഥനോൾ ഉപയോഗിക്കാറുണ്ട്. മാത്രവുമല്ല ഫോർമാൽഡിഹൈഡ് അഥവാ HCHO എന്ന കോമ്പൗണ്ടിൻ്റെ നിർമ്മാണത്തിനും മെഥനോൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൽക്കഹോളാണ് മെഥനോൾ അഥവാ CH3OH.